ഗൈസ്, അപ്പൊ നമ്മുടെ ഈ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആയിട്ടാണ്. അപ്പോ മൈൻക്രാഫ്റ്റ് ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 കാണാത്തവരല്ല നമ്മുടെ ചാനൽ കയറി നോക്കുക, കാണുന്നതായിരിക്കും. പക്ഷെ ഞാൻ പാർട്ട് 1-ലാണെങ്കിൽ ഞാൻ വേറെ സ്കിൻ എടുക്കാൻ, ഇതില് വേറെ കുഴപ്പം തോന്നിച്ചു കഴിഞ്ഞാൽ ഇതാണ്, നമ്മള് എപ്പോ കളിച്ചാലും വേറെ ആ സ്കിൻ എടുത്തോണ്ടേ ഇരിക്കണം. ഗെയിമാണിത്. താഴെ ഞാൻ കാണിച്ചില്ല, ഇതാണ്ട് വെച്ചേക്കുന്നത് ഗെയിമാണ് കഴിച്ചത്. ഗെയിമിന്റെയാണ്. ലൈക്ക് അടിക്കാത്തവർക്ക് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോ പോവാം. ആദ്യം നമ്മുടെ സ്കിൻ മറ്റും എന്തൊരു കഷ്ടമായത്. വേണ്ട, ഞാനൊരു ആളാണ്, അക്കൗണ്ട് തന്നെ ആളല്ല, ആളാണ് ആളാണ്. ഓ, അപ്പൊ ഇതും പോരെ. ഇത് ചിലപ്പോ അല്ലേ, എന്തോടെ എനിക്കെന്താ അത് കിട്ടാത്തെ? ഇതെന്തായാലും ആയിരിക്കും. ഞാനെന്തോ ഇപ്പോ ഐഡിയ ഉണ്ട്. നീ എന്നെ പിടിക്കണ്ട. കണ്ടോണി ഹെയറ് മാറ്റിട്ടുണ്ട്. പിന്നെ കണ്ണ്, അതെ നമ്മള് ഹീറോ എന്തായാലും ചേർത്തങ്ങ് മാറ്റിക്കാം. പിന്നെ തലമുടിയിലെ കളർ ഒന്ന് പറഞ്ഞില്ലയോ, ബ്ലാക്ക് ആണ്. ഇത് അല്ല, ബ്രൗണാ. ഇതാണ്. മീശയൊക്കെ വെക്കണം, എന്നാലേ സെറ്റ് ആക്കണം. മീശ എന്ത് ചെയ്യും? താടി, ഇത് താടിയാണ്. ഫേസ് വളരെ താടി എന്ത് ചെയ്യും? നമുക്ക് ഇത്ര വരിക. പിന്നെ ഡ്രസ് മാറ്റണം. ഡ്രസ് ഇതായിരിക്കും താടി. കളറ് ഇതല്ലേ താടിയുടെ കളർ നോക്കിയാ ആ ഹീറോസിന്റെ കളർ ഏതാടി? നമുക്കൊരു കാര്യം ചെയ്യാം, പ്രത്യേക തരത്തിലുള്ള ഉണ്ടാക്കാം. കറുപ്പന്തി റെഡ് എഴുതിയത് എല്ലാം ഇത് ഓടിക്കോട്ടെ. എന്തോ തട്ടിക്കളയാൻ പോയി ശേഷം ശ്രമിച്ചില്ല. ഇതിങ്ങനെ ആക്കിട്ട് വീണ്ടും സ്റ്റൈലിനകത്തിലാണ് തോന്നുന്നു. ഉടുപ്പ് മാറ്റിട്ടുണ്ട്. ഇപ്പൊ വാക്ക് ചെയ്ത അതുപോലെ തന്നെ അല്ലയോ കളിക്കുന്നത് പറയുന്നത്. ഇതുകൊണ്ട് അപ്പോ പിന്നെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് നമ്മള്. ഇതെന്തോ ഇത്ര എണ്ണം കിടക്കുന്ന? ഇത് കളിക്കല്ലേ? അല്ല, ഇത് കളിക്ക. ഇതിലേതാ നമ്മുടെ ഇപ്പൊ മനസ്സിലാവുന്നില്ലേ? ഇതെന്തോന്ന്? ഞാനാണ് എന്റെ ചേട്ടനെ കളിച്ചതിന്റെയാണ് പൈസ കിടക്കുന്നത്. ഇതാണെന്ന് തോന്നുന്നു. നോക്കുന്നത് ഉറപ്പില്ല. നോക്കാം. അത്രക്ക് വിശ്വാസമില്ല, എന്നാലും അങ്ങ് നോക്കുവാണ്. ഫുള്ളായി തന്നെ വരും. എന്നതായിരിക്കും ആണാണ്.
കഴിഞ്ഞൂടി ഇവിടെ വെച്ചാണ് വലിയ തീരെന്ന് ഞാൻ വിചാരിക്കണം. മണ്ടയ്ക്ക് എടുത്തോട്ടെ. രാവിലെ ഇവിടെ നിൽക്ക. പെട്ടിയും കിടക്ക എടുത്തോണ്ട് പോക്കോ. കിടക്കൊന്നും ഇല്ല. കിടക്ക ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇത്ര നേരം കാത്തിരിക്കുന്നു. ഇത്ര നേരം പറയാൻ പറ്റില്ല. രാവിലെ എന്താണ് ഇതൊന്ന് ഓപ്പൺ ആവട്ടെ. അമ്മയെ പോയോ? എന്താ പറ്റിയതാ? ഇതൊന്നും നിക്കാൻ പറ്റുന്നില്ല. ഞാൻ പിന്നെ എങ്ങനെയായിരുന്നു? ഒരു മിനിറ്റ് ഞാൻ ഓഫ് ചെയ്തിട്ടൊന്നും എടുത്തിട്ടുണ്ട്. അപ്പൊ മാറിയെന്നാണ് എന്റെ ഒരു വിശ്വാസം. മാറി പേടിയാവും. ഇതെല്ലാം നമുക്ക് വേണ്ടേ? നമുക്ക് വേണ്ടത് ഓ എന്തോ വന്നാലും നമ്മൾ പിന്മാറുന്ന പ്രശ്നം ഇതില് ഈ ഒരു സ്ഥലം എന്ന് വെച്ചുകഴിഞ്ഞാ ഈ സാധനം പൊട്ടിക്കാൻ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും. ആവശ്യം വരാതൊന്നും ചെയ്തില്ല. എല്ലാ സാധനവും നല്ലതിനല്ലേ. അമ്മേ ക്രീപ്പർ വാളെടുത്തിട്ടുണ്ട്. കണ്ടോണേ, ഞാൻ പിടിക്കുന്ന ടാക്ടിക്സ് കാണിച്ചത്. ഇങ്ങനെ അടിക്കുക. ചത്തുപോയി. പിടിക്കുന്ന ടാക്ടിക്സ് കാണിച്ച. ക്രീപ്പർ പൊട്ടിച്ചേക്കുന്നുണ്ടോ? ഇതിനൊക്കെ അപമാനം ആവുന്നില്ലേ? ആകെ തുള്ളി ഒരു. പക്ഷെ എന്നാലും അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മളും ചാവും. അന്നേരം നല്ലതിന് പൊട്ടാൻ അറിയാം. അതൊരു സൂസൈഡ് ബോംബാണ്. അവൻ തന്നെ നമ്മളെ കൊല്ലാൻ വേണ്ടി അവന്റെ ജീവൻ കളഞ്ഞ് നമ്മളെ കൊല്ലാൻ വേണ്ടി വരും. പക്ഷെ നമ്മളാണെങ്കിൽ ഒട്ടും ചാവത്തും ഇല്ല. അതാണിപ്പോ നടന്നത്. ഒട്ടും ചാവത്തതും ഇല്ല. അവനാണെങ്കിൽ സത്യം പോയി. ജീവൻ കൊടുത്താണ് പ്യോരടിയത്. ഒരു നിമിഷം അവനെ വേണ്ടി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പണ്ടത്തെ ആണെന്ന് എനിക്കറിയാം. എന്നാലും ഇത്തവണ പൂക്കുക. അപ്പോ എന്തുവാ? ഇതെന്തുവാണ്? ഞാൻ നല്ല ലൂട്ട് കിട്ടുമെന്ന് തോന്നുന്നു. പക്ഷെ ഗുഹയാണ്. എനിക്ക് ഗുഹയ്ക്കകത്ത് പോകാൻ ഭയങ്കര പേടിയാണ്. പേടി. കാണുമ്പോഴേ പേടിയാണ്. വേറെ പേരുണ്ട്. ഇത് ഇങ്ങനെ തോർത്ത് വെച്ചിട്ട് കഴിഞ്ഞാല് ലൈറ്റ് കിട്ടില്ല. പുതിയ ഇതാന്ന് തോന്നുന്നു. അപ്പൊ താഴെ കിടന്നേനെ. ഇത് പറഞ്ഞാൽ എതിരില്ല, അത് പറഞ്ഞാൽ അതിരില്ല. ഞാനാണ് ഈ T20 ഇത് കണ്ടിട്ട് ഞാൻ പറയാ ഇങ്ങനുണ്ട്. T20 ഡയലോഗ് ആണെങ്കിൽ നമുക്ക് ഒന്നും T2 ചോദിക്കാനും പറയാനും പറ്റില്ല. എന്തായിട്ട് വേണ്ടേ പറയാൻ? അപ്പൊ നമ്മളിങ്ങനെ സമയം കളഞ്ഞാൽ അങ്ങനെ ശരിയാവണേ. ഞാൻ കുറച്ച് തടി വെട്ടിട്ട് എല്ലാം ഉണ്ടെങ്കിലും എന്നാലും ഒരു തടി വെട്ടുന്ന ഒരു നല്ലതിനല്ലേ. ഞാനൊരു വീട് പണിയാൻ തീരുമാനിച്ചു. വീട് ഞാനൊരു വീട് പണിയാൻ തീരുമാനിച്ചു. ഞാനൊരു വീട് പണിയാൻ കഠിന പ്രാപ്തനായിരിക്കുന്നു. ജീവിതത്തിലല്ല. എന്ത് കിട്ടിയോ? എന്റെ ഒരു ഉറപ്പ്. ശരിയാ, പോവല്ലേ? എന്താ കളിക്ക? അത്യാവശ്യമായിട്ട് ബെഡ് വേണം ഗൈസ്. ഇല്ലെങ്കിൽ ഞാൻ രാത്രി പോരാടാൻ വേണ്ടി തയ്യാറാവാൻ പോവാ. ഇത് ഒരെണ്ണം ഉണ്ട്. സാധനങ്ങളൊക്കെ ഒരു ഇതിന്റെ അകത്ത് വെക്കാം. ചെസ്റ്റിന്റെ അകത്ത് വെക്കാം.
പോരാടിയേ പറ്റൂ. ജീവന് വേണ്ടി പോരാടണം. ജീവൻ കളഞ്ഞിട്ട് ജീവൻ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ജീവൻ ഉണ്ടാവുന്നതെന്ന് എന്നോട് ചോദിക്കരുത്. ജീവന് വേണ്ടി പോരാടണം. ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും ആവണം. വന്ന് കാല 3 വന്നു. ഇതിന്റെ അകത്താണ് കാലൻ 3 കാലൻ അതിൻ്റെ ഇത്. എനിക്ക് ബാക്കിയുള്ള ഗെയിമേഴ്സിന് അങ്ങനെയാണോ എന്നോട് ചോദിക്കരുത്. പക്ഷെ എനിക്ക് കാലൻ തന്നെ. ടോർച്ച് കത്തിച്ച് പിടിച്ചിട്ട് ടോർച്ച് കൈ പിടിച്ചിട്ട് ഒരു എന്നെ കാണില്ല, എന്നാലും അങ്ങോട്ട് കളിയോ. എനിക്ക് ഏതൊക്കെ എവിടെ ഇരിപ്പുണ്ടെന്ന് ടാക്സ് കണ്ടില്ലേ? ഇതാണ് എല്ലാവരും പറയുന്നേ. ഇവിടെ തന്നെ വന്ന് എനിക്ക് കൊടി വെക്കണമായിരുന്നു. ഒരു കാര്യം ചെയ്യാം, ഇത്രേ ഉള്ളു പരിപാടി. എന്നിട്ട് അങ്ങോട്ട് ഓടുക. ഓൾറെഡി ഞാൻ മണ്ട അടച്ചില്ലേ? അടച്ചടച്ചടച്ച്. അമ്മേ, ഇവിടെ അല്ലെങ്കിൽ ഇത് വേണ്ട. ആരെ വിട്ടവന്മാരെ ഒതുങ്ങുന്നത്. ക്രീപ്പറിനെ ഒന്നുകൂടെ കാണുവാണെങ്കിൽ ഞാനാണെങ്കിൽ എന്തോരം ഞാനവിടെ കണ്ടേ. നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കുന്നതൊക്കെ ഇപ്പോഴെല്ലാവർക്കും അറിയില്ല. നിങ്ങൾ ഈ ഒരു വീഡിയോ എന്തായാലും ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, മാക്സിമം സപ്പോർട്ടും ചെയ്യണം. സബ്സ്ക്രൈബ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാം ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന ഗെയിം കളിക്കുന്നതായിരിക്കും. എനിക്ക് തീരെ യൂസ് ഇല്ല. എന്തുവന്ന എന്നോട് ചോദിക്കരുത്. അപ്പൊ എന്തായാലും ഇത് പരസ്യമാണ്. പരസ്യം കഴിഞ്ഞിട്ട് കാണാം. ലാഗാണ് ഗൈസ്. നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. ഇതിങ്ങനെ വെക്കാം, ഇതെങ്ങനെ വെക്കാം. പിന്നെ ഇവിടെ ചെസ്റ്റ് ഉണ്ടാക്കുക. അടി ചെസ്റ്റ് നമ്മുടെ ഇഷ്ടം പോലെ ഇതുണ്ടാക്കിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അത് ഇരിക്കണ്ട. എനിക്ക് കുറച്ച് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു അമ്പും ബില്ലും ഉണ്ടാക്കാം. 3 എണ്ണത്തിന് വന്നാല്, പക്ഷെ സൂമ്പിങ് എല്ലാം കൂടെ വരും. വേണ്ട, അത് വലിയ കാര്യം. ശരി, നിൽക്കണ്ട. ഫയർ വേണ്ട. ഇത്ര ഇതുണ്ടായിട്ടും ഇത്ര ഉണ്ടാക്കാൻ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇത് പറഞ്ഞ ഉണ്ടാക്കണം. ഉണ്ടാക്കാൻ പറ്റുന്ന എന്റെ കൈയൊക്കെ എന്താണ്ട് തരും. ഇതൊക്കെ 72 കയറിയല്ലേ. നമുക്കിവിടെ ബൗള് കിട്ടും. എന്തോ പെയിന്റിങ്. ഇവിടെ ആകെ ഒരു ഊള ഇരിപ്പുള്ളൂ, പിന്നെ അതും കളയാനായിട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് വലിയ ആവശ്യമുണ്ടോ? കമന്റ് ചെയ്യാൻ. ഇതെന്തോ മറ്റു 2 പേപ്പറും കൂടെ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടതാ. പക്ഷെ ഇത് ഒരു ആവശ്യമില്ല. ഇതൊന്നും ആവശ്യം എടുക്കാനുള്ളതാ. എന്ത് സാധനം ഇതെന്തോ നോക്കിട്ട് എന്തോ പക്ഷെ നമുക്ക് ഫ്രീ ആയിട്ട് സ്റ്റിക്ക് അയണോ എന്റെ ഒന്നുപോലും ഇല്ലടേ.
ഉണ്ടെങ്കിൽ തന്നെ ഞാനങ്ങ് തരാൻ പോയില്ലേ. ഇന്ന് പോയടാ. ഞാൻ കുറച്ച് ഇതായിട്ട് ഞാൻ തരാം. കയ്യൊക്കെ ഇരിക്കുന്നുണ്ട്, ചോര പറ്റി ഇരിക്കുക. പക്ഷെ ഒരെണ്ണത്തിന് പോലും കൊല്ലത്തിരുന്നത്. ഞാൻ മന്മനാണ്. മന്മയും പിന്നെ നോക്കണം. ആ പാട്ട് പാടിയാൻ എനിക്കറിയാം. ആ പാട്ട് പാടിയവരില്ല. അമ്മേ വീണ വീണ പോയി പേടിച്ചു പോയടേ. ഓളിങ് എടുക്ക. അയ്യോ, ഞാൻ ക്രീപ്പർ വന്ന് നിന്ന സമയത്ത് തന്നെ ഞാൻ ചെന്നങ്ങ് കൊടുത്ത്. ക്രീപ്പർ അടുത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ഊളെടുത്ത്. ടാക്ടിക്സ് ആണ് ഇതുപോലുള്ള ടാക്ടിക്സ് ഒക്കെ പഠിക്കണമെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോലും തീർന്നു. താൻ തീർന്നു. ഈ ശബ്ദം കിട്ടുന്ന ക്രീപ്പറൊക്കെ എന്റെ അകത്തോട്ട് ഇടുവോ? ചുമ്മാ ഞാൻ ഈ ജോക്ക് ഇതുകൊണ്ട് നല്ല വേഗത്തിൽ തന്നെ വഴി ആരാണ്ട് വരി ഒഴിച്ച് വെച്ചിരിക്കുന്ന ഇതെന്ത് ഏത് സൈഡ് കുഴിച്ചാലും ഇതന്നെ. എനിക്കൊന്നും മൈനിങ് ചെയ്യാൻ ഇവിടെ അവകാശമില്ലേ? ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലേ? ആരും ഞാൻ തന്നെ ചെയ്യണം. നിങ്ങളല്ലേ സബ്സ്ക്രൈബ് ഇങ്ങോട്ട് ചോദിച്ചോക്കാം. ഇവിടെ എന്തെങ്കിലും കാണും ചാട്ടൻ സാധനങ്ങൾ. ഈ പുറത്തോട്ട് ഇറങ്ങാറുണ്ട്. എന്തെങ്കിലുണ്ടോ? ഒരു കാര്യം ചെയ്യും. ഞാൻ എവിടൊക്കെ പരിപാടി അയക്കുന്നു തന്നെ. നമുക്ക് എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അതിന്റെ ചെയ്യാം. നമ്മുടെ എല്ലാ ദിവസവും ഞാൻ പറയാറുള്ള ലെങ്ത് ആയതുകൊണ്ട് ഇതാണെങ്കിൽ രാത്രി നമ്മളാണെങ്കിൽ രാത്രി മൊത്തം ഇരിക്കണം. എനിക്ക് അതിനെ കൊണ്ട് വയ്യ. അതുകൊണ്ട് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുക. എല്ലാവർക്കും